സ്ഥാനങ്ങളുണ്ടല്ലോ, അവിടങ്ങളിലുള്ളവർക്ക് ആ ഉപദേശം നൽകിക്കൂടായിരുന്നു. ഇപ്പോൾ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിക്ക് ആ ഉപദേശം നൽകുന്നത് കൂടുതൽ ഉചിതമാകില്ലേ? 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 68 40 സീറ്റ് നേടി അധികാരത്തിൽ വന്ന കോൺഗ്രസിന് 2 വർഷം കഴിഞ്ഞ് 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് പോലും ലഭിച്ചില്ല. ഉപദേശം അവിടെ കൊടുക്കാമായിരുന്നില്ലേ? സർ, നമ്മുടെ തൊട്ട് കിടക്കുന്ന സംസ്ഥാനം 224 135 സീറ്റ് കോൺഗ്രസ് നേടി ഒറ്റക്ക് ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ 23 തെരഞ്ഞെടുപ്പിലാണ് ഈ വലിയ ഭൂരിപക്ഷം. 24 ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 28 സീറ്റിൽ 19 സീറ്റും BJPയും സഖ്യകക്ഷികളും നേടുന്നു. അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യക്കും ഈ ഉപദേശം നിങ്ങൾ നൽകുമോ? സർ, തെലങ്കാനയിൽ 6 മാസം മുൻപാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആകെ 119 നിയമസഭാ സീറ്റിൽ 64 സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിൽ വന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളില്ലാതെ തന്നെ ആകെയുള്ള 17 സീറ്റിൽ BJPക്ക് 8 സീറ്റുകൾ ലഭിച്ചു. അവിടെയും ഈ ഉപദേശം നൽകേണ്ടി വരുമോ? അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ BJPയുമായി കോൺഗ്രസ്സിന് അന്തർധാരയുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇപ്പം നമ്മുടെ രാജ്യത്തെ സമ്മതിദായകർ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരുപോലെയാണോ സമ്മതിദാനാവകാശം ഉപയോഗിക്കുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രമുണ്ട്, സംസ്ഥാനത്തിൻ്റെ ചരിത്രമുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ സമ്മതിദാന അവകാശം, ആ കാര്യത്തിൽ കാണിച്ച സമ്മതിദായകരുടെ വിവേചന ബുദ്ധി കൃത്യമായി നാം തിരിച്ചറിയേണ്ടതുണ്ട്. 1980 ജനുവരി മാസം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തമിഴ്നാട്ടിൽ ഭരണകക്ഷി AIADMK ആയിരുന്നു. അവർക്ക് വലിയ പരാജയമാണ് ഉണ്ടായത്. ആകെ 39 സീറ്റ്, ഒരു സീറ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന കേന്ദ്ര സർക്കാർ മറ്റു ചില സംസ്ഥാന സർക്കാരുകൾക്കൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം കാരണമാക്കി കാണിച്ചുകൊണ്ട് MGRന്റെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാരിനെ പിരിച്ചുവിട്ടു. 6 മാസത്തിനുള്ളിൽ 1980 ജൂണിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെട്ട MGRന്റെ നേതൃത്വത്തിലുള്ള അഖിലേന്ത്യാ അണ്ണാ DMK വൻപിച്ച ഭൂരിപക്ഷത്തോടെയാണ് ആ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത്. മറ്റൊരു ഉദാഹരണം കർണാടകത്തിൻ്റെ തന്നെയാണ്. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായിരുന്ന ജനതാ പാർട്ടി വലിയ പരാജയം ഏറ്റുവാങ്ങി. സ്വന്തമായി ഭൂരിപക്ഷമില്ലായിരുന്ന അന്നത്തെ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെ രാജിവെച്ച് നിയമസഭ പിരിച്ചുവിടാൻ ഗവർണർക്ക് ശുപാർശ ചെയ്തു. തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ 135 സീറ്റുകൾ നേടി ഒറ്റക്ക് ഭൂരിപക്ഷം രാമകൃഷ്ണ ഹെഗ്ഡെയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി നേടി അധികാരത്തിൽ വന്നു. സർ, കേരളത്തിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല എന്ന് നാം ഓർക്കണം. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരായതുകൊണ്ട് നല്ല ഓർമ്മയുണ്ടാവുമല്ലോ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 12 സീറ്റുകളാണ് ലഭിച്ചത്. 2011 72 സീറ്റുകൾ മാത്രം ലഭിച്ച UDFന് അതിലേറെ നിയമസഭാ സീറ്റുകളിൽ
ഭൂരിപക്ഷം 2014 ലോക്സഭാ സീറ്റുകളിലെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയാലുണ്ടായി. പക്ഷേ തൊട്ടു പിന്നാലെ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, പിന്നെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ വിജയം UDF നിലനിർത്താൻ കഴിഞ്ഞോ? UDF പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതിൻ്റെ ആവർത്തനം 2019 ഉണ്ടായില്ലേ? 2019 നല്ല വിജയം, അതെല്ലാവർക്കും നല്ല പച്ചയായ ഓർമ്മയുള്ളതല്ലേ, ഞാനതിൻ്റെ കണക്കൊന്നും പറയണ്ടല്ലോ. നല്ല വിജയം UDF നേടിയല്ലോ. പക്ഷേ അതിനുശേഷമുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ? അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞു പോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്? പണ്ട് AK ആൻ്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് 2004 അത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല, കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങൾ കാരണമായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാലോ. അതിനെ ഉദാഹരണമാക്കി നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം സ്വാഭാവികമായും നിങ്ങൾക്കത് ഉന്നയിക്കാൻ അവകാശമുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾക്കെതിരായ ജനവിധി ഉണ്ടായിരിക്കുന്നു. ആ ജനവിധി സംസ്ഥാന ഭരണത്തിനെതിരായ വിധിയാണ് എന്നതാണ് നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം. ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നാം ഓർക്കേണ്ടത്, നമ്മുടെ രാജ്യം നേരിട്ടൊരു പ്രശ്നമുണ്ട്. രാജ്യത്ത് ഒരു വിഭാഗം ആളുകൾ ഈ രാജ്യത്ത് BJP ഉണ്ടാക്കിയ ഭീതിജനകമായ അന്തരീക്ഷം, അതിൻ്റെ ഫലമായി ഇനി ഇവിടെ ജീവിക്കാൻ കഴിയുമോ? അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തികളും കുടുംബങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അപ്പം അത്തരം ആളുകൾക്ക് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതിനപ്പുറം BJP അധികാരത്തിൽ നിന്ന് പോകണം, മോദി എങ്ങനെയും അധികാരത്തിൽ നിന്ന് ഒഴിയണം, ഈ വികാരം തീവ്രമായിട്ടുള്ളതാണ്. കാരണം അവരുടെ ജീവൽ പ്രശ്നമാണ്, ഇവിടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളൊരു പ്രശ്നമാണ്. അവർക്ക് ഇടതുപക്ഷത്തോടൊരു വിരോധമില്ല കേട്ടോ, അതാദ്യം മനസ്സിലാക്കിക്കൊള്ളണം. ഇടതുപക്ഷത്തോടുള്ള വിരോധത്തിൻ്റെ ഭാഗമായി അവരിവിടെ ഒരു നിലപാട് സ്വീകരിക്കുകയല്ല. അവർ കാണുന്നത് എന്താ? അവർ കാണുന്നത് രാജ്യത്ത് മോദിയുടെ ഭരണം ഒഴിവാക്കുക, പുതിയൊരു ഗവൺമെൻറ് വരിക. അത് സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ്റാണ് ഇന്നത്തെ നിലയിൽ ഇന്ത്യയിൽ സാധ്യതയുള്ളത്. അപ്പോൾ കേരളത്തിൽ ഞങ്ങളെന്ത് നിലപാട് സ്വീകരിക്കണം? ആ വിഭാഗം ചിന്തിക്കുകയാണ്. കോൺഗ്രസ് ജയിച്ച് വരുന്നതാണ് നല്ലതെന്ന് അവർ ചിന്തിക്കുന്നു. നിങ്ങളത് നിങ്ങളുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഞങ്ങൾക്കെതിരായ ഒരു വികാരമാണ് ഉയർന്നു വന്നതെന്നാണ് ചിന്തിക്കുന്നത്. ഞങ്ങൾക്കെതിരായല്ല, BJPയെയും മോദിയെയും പരാജയപ്പെടുത്തുക, ഭരണത്തിൽ നിന്ന് ഒഴിവാക്കുക, അതിന് കോൺഗ്രസ് അടക്കമുള്ള സംവിധാനമാണ് രാജ്യത്ത് നല്ലത് എന്ന ചിന്ത അവർക്കുണ്ടാകും. ഇതാണ് ഉണ്ടായത്. ഞാൻ പറയുന്ന